നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. സിംഗപ്പൂരിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് സന്തോഷ വാർത്ത. IT, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, ഏവിയേഷൻ, ഹെൽത്ത് കെയർ, ഓപ്പറേഷൻസ് തുടങ്ങിയ മേഖലകളിൽ യോഗ്യതയുള്ള വിദേശ കാൻഡിഡേറ്റ്സിന് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജോബ് വേക്കൻസി കണ്ടതുകൊണ്ട് മാത്രം വർക്ക് പാസ് ഉറപ്പാകില്ല. സിംഗപ്പൂർ എംപ്ലോയർ ആണ് എംപ്ലോയ്മെന്റ് പാസ് അല്ലെങ്കിൽ എസ് പാസ് അപേക്ഷിക്കുന്നത്. അന്തിമ അനുമതി സിംഗപ്പൂർ മിനിസ്ട്രി ഓഫ് മാൻ പവർ അഥവാ MOM ആണ് നൽകുന്നത്. പ്രൊഫഷണലുകൾക്കായി എംപ്ലോയ്മെന്റ് പാസ്, ഇടത്തരം കഴിവുള്ളവർക്കായി എസ് പാസ്, തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾക്കായി വർക്ക് പെർമിറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എംപ്ലോയ്മെന്റ് പാസ് മാനേജർമാർ, എക്സിക്യൂട്ടീവുകൾ, പ്രൊഫഷണലുകൾ എന്നിവർക്കായി ഉള്ളതാണ്. പൊതുമേഖലാ ജോലികൾക്ക് കുറഞ്ഞത് SGD 5600-ഉം ഫിനാൻഷ്യൽ സെക്ടറിന് SGD 6200-ഉം പ്രതിമാസ ശമ്പളം വേണം. എസ് പാസ് ഇടത്തരം വൈദഗ്ധ്യമുള്ള സാങ്കേതിക ജീവനക്കാർക്കായി നൽകുന്നു. കുറഞ്ഞ പ്രതിമാസ ശമ്പള പരിധി പാലിക്കേണ്ടതുണ്ട്. തൊഴിലുടമ സർക്കാരിന് പ്രതിമാസ ലെവി നൽകണം. വർക്ക് പെർമിറ്റ് നിർമ്മാണം, കപ്പൽ നിർമ്മാണം, ഗാർഹികം തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്കായി ഉള്ളതാണ്. ഇതിന് കുറഞ്ഞ ശമ്പള പരിധി ഇല്ലെങ്കിലും തൊഴിലുടമ ലെവി നൽകേണ്ടതുണ്ട്. സിംഗപ്പൂരിലെ ഒരു കമ്പനിയിൽ നിന്ന് ജോലി ലഭിച്ച ശേഷം ആ തൊഴിലുടമയോ അവർ ചുമതലപ്പെടുത്തുന്ന ഏജൻസിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് പാസിന് അപേക്ഷിക്കേണ്ടത്. സിംഗപ്പൂരിലുള്ള ഒരു കമ്പനിയിൽ അഭിമുഖം പാസ്സായി ജോലി ഉറപ്പാക്കുകയാണ് ആദ്യപടി. കമ്പനി നിങ്ങൾക്ക് ഒരു ഔദ്യോഗിക ഓഫർ ലെറ്റർ നൽകും. കമ്പനിക്ക് നിങ്ങൾക്ക് വേണ്ടി വർക്ക് പാസിന് അപേക്ഷിക്കാൻ അനുവാദം നൽകുന്ന ഒരു സമ്മതപത്രം നിങ്ങൾ ഒപ്പിട്ട് നൽകേണ്ടതുണ്ട്. കമ്പനി സിംഗപ്പൂർ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ MOM പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കും. അപേക്ഷാ ഫീസായി കമ്പനി SGD 35 വർക്ക് പെർമിറ്റിന് അല്ലെങ്കിൽ SGD 105 ഇ പാസ് അല്ലെങ്കിൽ എസ് പാസിന് അടയ്ക്കേണ്ടതുണ്ട്. അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ MOM ഒരു IPA ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ലെറ്റർ നൽകും. ഈ ലെറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്യാം. ഇത് സിംഗപ്പൂരിലേക്ക് കടക്കാനുള്ള താൽക്കാലിക വിസയായി പ്രവർത്തിക്കുന്നു. സിംഗപ്പൂരിൽ എത്തിയ ശേഷം നിർബന്ധിത വൈദ്യപരിശോധന നടത്തണം. ഇതിനുശേഷം തൊഴിലുടമ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ടും രേഖകളും കാണിച്ച് യഥാർത്ഥ വർക്ക് പാസ് കാർഡിനായി അപേക്ഷിക്കും. നിശ്ചിത തീയതിയിൽ MOM സർവീസ് സെന്ററിൽ നേരിട്ട് പോയി ബയോമെട്രിക്സ്, വിരലടയാളവും ഫോട്ടോയും നൽകണം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പ്ലാസ്റ്റിക് വർക്ക് പാസ് കാർഡ് കമ്പനി വിലാസത്തിൽ ലഭിക്കും. അതോടൊപ്പം SG വർക്ക് പാസ് ആപ്പ് വഴി ഡിജിറ്റൽ കാർഡും ഉപയോഗിക്കാം. ഇനി ജോലി ഒഴിവുകൾ നോക്കാം. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കമ്പനി സിംഗപ്പൂർ എയർലൈൻസ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ക്ലൗഡ്, ഡെവോപ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, നെറ്റ്വർക്കിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിചയമുള്ളവർക്ക് ശ്രദ്ധിക്കാവുന്ന അവസരമാണ്. യോഗ്യത IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ, റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വേക്കൻസി അനുസരിച്ച് ശമ്പളത്തിൽ മാറ്റം വരും. സിംഗപ്പൂർ എംപ്ലോയ്മെൻറ്റ് പാസിന് ആവശ്യമായ സാലറി ത്രഷോൾഡ് മീറ്റ് ചെയ്യേണ്ടതാണ്. സിംഗപ്പൂർ എംപ്ലോയ്മെൻറ്റ് പാസ് യോഗ്യത നേടുന്നതിന് നോൺ ഫിനാൻസ് മേഖലകളിൽ കുറഞ്ഞത് 5600 സിംഗപ്പൂർ ഡോളർ പ്രതിമാസ ശമ്പളവും ഫിനാൻഷ്യൽ സേവനങ്ങളിൽ 6200 സിംഗപ്പൂർ ഡോളർ പ്രതിമാസ ശമ്പളവും ആവശ്യമാണ്. പ്രായത്തിനനുസരിച്ച് ശമ്പള പരിധി ഉയരും. കൂടാതെ കോമ്പാസ് പോയിന്റ് സിസ്റ്റത്തിൽ 40 പോയിന്റുകൾ നേടിയിരിക്കണം. രണ്ടാമത്തേത് സീനിയർ ഡാറ്റ സയൻറ്റിസ്റ്റ് ഒപ്റ്റിമൈസേഷൻ. കമ്പനി സിംഗപ്പൂർ എയർലൈൻസ് തന്നെയാണ്. ഡാറ്റ സയൻസ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മെഷീൻ ലേണിംഗ്, ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയ മേഖലകളിൽ പരിചയമുള്ളവർക്ക് മികച്ച അവസരം. ഡാറ്റ സയൻസ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിഗ്രി പ്ലസ് റെലവൻറ്റ് എക്സ്പീരിയൻസ്. വർക്ക് പാസ് ഉയർന്ന സ്കിൽഡ് പ്രൊഫഷണൽ റോൾ ആയതിനാൽ EP എലിജിബിലിറ്റി പരിശോധിക്കാം. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി, സൈബർ എഞ്ചിനീയറിംഗ് റോൾ. സിംഗപ്പൂർ എയർലൈൻസിൽ സൈബർ എഞ്ചിനീയറിംഗ്, സെക്യൂരിറ്റി ഓപ്പറേഷൻസ് തുടങ്ങിയ IT സെക്യൂരിറ്റി മേഖലകളിൽ വേക്കൻസീസ് വരുന്നുണ്ട്. IT, കമ്പ്യൂട്ടർ സയൻസ്, സൈബർ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ട്, റെലവൻറ്റ് എക്സ്പീരിയൻസ് എന്നിവയാണ് ആവശ്യം. സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിന് സിംഗപ്പൂരിൽ നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല പ്രത്യേകമായി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. വർക്ക് പാസ് EP എലിജിബിലിറ്റി സാലറിയും കോമ്പാസ് ക്രൈറ്റീരിയയും അനുസരിച്ചായിരിക്കും. സെക്യൂരിറ്റി ഓപ്പറേഷൻസ്, IT സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻസ്, സെക്യൂരിറ്റി മോണിറ്ററിംഗ്, IT സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവസരങ്ങൾ പരിശോധിക്കാം. സൈബർ സെക്യൂരിറ്റി, IT, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ. ഒപ്പം തന്നെ റെലവൻറ്റ് എക്സ്പീരിയൻസ് വേണം. റോളിനനുസരിച്ച് സാലറി അല്ലെങ്കിൽ EP അല്ലെങ്കിൽ എലിജിബിൾ ആയാൽ എസ് പാസിന് പരിഗണിക്കും. പിന്നെ HR, ടോട്ടൽ റിവാർഡ്സ്, അസിസ്റ്റന്റ് മാനേജർ, കമ്പനി SIA എഞ്ചിനീയറിംഗ് കമ്പനി,
ഇപ്പോൾ തന്നെ ഒരു 1 ഇയർ കോൺട്രാക്ട് അസിസ്റ്റന്റ് മാനേജർ HR ടോട്ടൽ റിവാർഡ്സ് വേക്കൻസി ഒഫീഷ്യൽ കരിയർ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോമ്പൻസേഷൻ, ബെനിഫിറ്റ്സ്, മൊബിലിറ്റി, ഇൻസെൻറ്റീവ്സ്, HR പോളിസി, മാർക്കറ്റ് ബെഞ്ച് മാർക്കിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിചയമുള്ളവർക്ക് അനുയോജ്യമാണ്. യോഗ്യത HR അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ റിലേറ്റഡ് ക്വാളിഫിക്കേഷനാണ് ആവശ്യം. ഒപ്പം തന്നെ റെലവൻറ്റ് പ്രൊഫഷണൽ എക്സ്പീരിയൻസും ആവശ്യമാണ്. SIA എഞ്ചിനീയറിംഗിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ ജോബ്സ് സിംഗപ്പൂരിലെ ഏവിയേഷൻ, എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് കമ്പനികളുടെ ഒഫീഷ്യൽ കരിയർ പോർട്ടലിൽ എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസ്, മെയിൻ്റനൻസ് പ്രൊഫഷണൽസ് എന്നിവർക്കുള്ള വേക്കൻസീസ് സ്ഥിരമായി വരാറുണ്ട്. യോഗ്യത ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പ്ലസ് റെലവൻറ്റ് എക്സ്പീരിയൻസ്. വർക്ക് പാസ്, സ്കിൽഡ് ടെക്നിക്കൽ റോൾസിൽ പാസ് എലിജിബിലിറ്റി പരിശോധിക്കാം. സാലറിയും എംപ്ലോയർ കോട്ടയും പ്രധാനമാണ്. ഒഫീഷ്യൽ സിംഗപ്പൂർ ജോബ് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. IT, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, സിസ്റ്റംസ് എഞ്ചിനീയർ, ക്ലൗഡ് എഞ്ചിനീയർ, ആപ്ലിക്കേഷൻ എഞ്ചിനീയർ തുടങ്ങിയ റോൾസ് സിംഗപ്പൂരിൽ വിദേശ കാൻഡിഡേറ്റ്സിന് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നതാണ്. BTech, BE, BCA, MCA, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. റോൾ അനുസരിച്ച് ഫ്രഷേഴ്സ് മുതൽ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ് വരെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം വരാറുണ്ട്. ഉയർന്ന സാലറിയുള്ള പ്രൊഫഷണൽ റോൾസിലാണെങ്കിൽ EP സാധ്യത കൂടുതലാണ്. ഒഫീഷ്യൽ ജോബ് സെർച്ചിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടൻറ്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഫിനാൻസ് എക്സിക്യൂട്ടീവ്, റിസ്ക് ആൻഡ് കോംപ്ലയൻസ് തുടങ്ങിയ മേഖലകളിലും സിംഗപ്പൂരിൽ അവസരങ്ങൾ ലഭിക്കാറുണ്ട്. PCOM, MCOM, ACCA, CA, ഫിനാൻസ് റിലേറ്റഡ് ക്വാളിഫിക്കേഷനാണ് ആവശ്യം. എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. വർക്ക് പാസ്, സാലറി ത്രഷോൾഡ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, എംപ്ലോയർ എലിജിബിലിറ്റി എന്നിവ അനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, ഓട്ടോമേഷൻ തുടങ്ങിയ എഞ്ചിനീയറിംഗ് മേഖലകളിലും സിംഗപ്പൂരിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. യോഗ്യത ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ജോബ് സാലറിയും ഒക്യുപ്പേഷൻ്റെ ലെവലും അനുസരിച്ച് EP അല്ലെങ്കിൽ പാസ് എലിജിബിലിറ്റി പരിശോധിക്കാവുന്നതാണ്. ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ സെക്ടറിൽ നഴ്സസ്, അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്, മെഡിക്കൽ, ഹെൽത്ത് കെയർ സപ്പോർട്ട് റോൾസ് തുടങ്ങിയവയ്ക്കും സിംഗപ്പൂരിൽ അവസരങ്ങളുണ്ട്. എന്നാൽ ഹെൽത്ത് കെയർ ജോബ്സിന് സിംഗപ്പൂർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസിങ് ആവശ്യമാണ്. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ മാത്രം മതിയെന്ന് കരുതരുത്. ബന്ധപ്പെട്ട പ്രൊഫഷണൽ രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സ് നിർബന്ധമായും പരിശോധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് പാസ് വിവരം: സിംഗപ്പൂരിൽ വിദേശികൾക്ക് ജോലി തുടങ്ങുന്നതിന് മുമ്പ് വാലിഡ് വർക്ക് പാസ് ആവശ്യമാണ്. എംപ്ലോയ്മെൻറ്റ് പാസ് അഥവാ EP പ്രൊഫഷണൽസ്, മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, ടെക്നീഷ്യൻസ് തുടങ്ങിയ ഉയർന്ന സ്കിൽഡ് ജോലികൾക്കുള്ളതാണ് EP. നിലവിൽ സാധാരണ സെക്ടറുകളിൽ EP മിനിമം ക്വാളിഫയിങ് സാലറി 5600 സിംഗപ്പൂർ ഡോളറാണ് ഒരു മാസം. എന്നാൽ പ്രായം കൂടുന്തോറും ആവശ്യമായ സാലറി ഉയരും. 45 വയസ്സും അതിനു മുകളിലുമുള്ള അപ്ലിക്കൻസിന് നിലവിലെ ത്രഷോൾഡ് 10700 സിംഗപ്പൂർ ഡോളർ വരെ എത്താറുണ്ട്. EPക്ക് സാലറി മാത്രം പോരാ, കോമ്പാസ് പോയിന്റ് സിസ്റ്റം ബാധകമാണ്. പാസ് സ്കിൽഡ് അസോസിയേറ്റ് പ്രൊഫഷണൽസിന്, ടെക്നീഷ്യൻസിന് പാസ് ആണ്. നിലവിലെ മിനിമം ക്വാളിഫയിങ് സാലറി 3300 സിംഗപ്പൂർ ഡോളർ പെർ മന്ത് ആണ്. ഇതും പ്രായത്തിനനുസരിച്ച് ഉയരും. എംപ്ലോയർ കോട്ടയും ബാധകമാണ്. അതുകൊണ്ട് ജോബ് ഓഫർ ലഭിച്ചതിന് ശേഷം എംപ്ലോയർ MOMൽ ആപ്ലിക്കേഷൻ നൽകുകയും MOM എലിജിബിലിറ്റി പരിശോധിച്ച് പാസ് അപ്രൂവ് ചെയ്യുകയും വേണം. മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം: സിംഗപ്പൂരിൽ ജോലി വാഗ്ദാനം ചെയ്ത് രജിസ്ട്രേഷൻ ഫീ, വിസ ഫീ, പ്രോസസ്സിംഗ് ഫീ എന്ന പേരിൽ വലിയ തുക ആവശ്യപ്പെടുന്ന വ്യാജ ഏജന്റുമാരെ സൂക്ഷിക്കണം. സാധ്യമായിടത്തോളം കമ്പനിയുടെ ഒഫീഷ്യൽ കരിയർ വെബ്സൈറ്റ് വഴി നേരിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ കൂടുതൽ ജോലി ഓപ്പർച്യൂണിറ്റീസിന് തൊഴിൽജാലകം നിങ്ങൾക്ക് എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കൂ. സിംഗപ്പൂരിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സാലറി എലിജിബിലിറ്റി എന്നിവ പരിശോധിക്കുക. പ്രത്യേകിച്ച് IT, സൈബർ സെക്യൂരിറ്റി, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ മേഖലകളിൽ സ്കില്ലുള്ളവർക്ക് സിംഗപ്പൂർ നല്ലൊരു കരിയർ ഡെസ്റ്റിനേഷൻ ആകാം. ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രം അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം യഥാർത്ഥ വിദേശ തൊഴിലവസരങ്ങൾക്കായി തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒഫീഷ്യൽ ലിങ്കുകളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.